വളരെ പ്രധാനപ്പെട്ട സ്റ്റാൻഡ് ഹൈക്കോടതി കേസുമായി നേരത്തെയും സ്വീകരിച്ച നിലപാട് അത് വളരെ പ്രധാനമായിരുന്നു. ഇപ്പോഴിതാ വീണ്ടും ജാമ്യ ഹർജി തള്ളിക്കൊണ്ട് മുൻ MLA കൂടിയ പത്മകുമാർ വലിയ സ്വാധീനമുള്ളയാളാണ്. ജാമ്യം നൽകാൻ ഉറപ്പായും അന്വേഷണത്തിൽ അത് ബാധിക്കും. അയാൾ ഇടപെടാൻ സാധ്യതയുണ്ട്. നഷ്ടപ്പെട്ട സ്വർണത്തിന്റെ വീണ്ടെടുക്കലിനെ അത് ബാധിക്കുമെന്നാണ് ഹൈക്കോടതിയുടെ നിരീക്ഷണം. ഒപ്പം ഗോവർദ്ധൻ ശബരിമലയിൽ സംഭാവന നൽകുന്നയാളാണ് എന്ന് സത്യമാണ്. എന്നാൽ അതൊരു ആരോപണത്തിൽ നിന്നും രക്ഷപ്പെടാനുള്ള ഒരു കാരണമല്ല. ശബരിമലയിൽ പല ആളുകൾ സംഭാവന നൽകാറുണ്ട്. ഗോവർദ്ധനും സംഭാവന നൽകിയിട്ടുണ്ടാകാം. അതുകൊണ്ട് ഏതെങ്കിലും ഒരു കേസിൽ രക്ഷപ്പെടാനുള്ള സാഹചര്യം ആ സംഭാവന നൽകി എന്നതുകൊണ്ട് അതൊരു വാദമായി നിലനിൽക്കില്ല എന്ന് ഹൈക്കോടതി പറയുന്നു. വളരെ പ്രധാനപ്പെട്ട മറ്റൊരു പരാമർശം മുരാരി ബാബുവിനെതിരെയാണ്. മുരാരി ബാബുവിന്റെ പങ്ക് ചെറുതായി കാണാൻ കഴിയില്ല എന്നാണ് ഹൈക്കോടതി ഇപ്പോൾ വ്യക്തമാക്കുന്നത്. 2 കേസുകളിലെയും മുഖ്യപ്രതിയാണ് മുരാരി ബാബു എന്നത് കൂടി വ്യക്തമായി. ഇപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റി, പത്മകുമാർ, വാസു ഉൾപ്പെടെ അതേസമയം തന്നെ അന്നത്തെ പ്രധാനപ്പെട്ട ചുമതല വഹിച്ചിരുന്ന ഉദ്യോഗസ്ഥലത്തിൽ ചുമതല വഹിച്ചിരുന്ന മുരാരി ബാബു 2 കേസുകളിലെയും മുഖ്യപ്രതിയാണ് എന്നുകൂടി ഇപ്പോൾ ഹൈക്കോടതി വ്യക്തമാക്കുകയാണ്. 2 കേസുകളിലെ മുഖ്യപ്രതിയാണ്. സംരക്ഷിക്കേണ്ടയാൾ ക്ഷേത്രം കൊള്ളയടിച്ചു എന്നാണ് ഹൈക്കോടതിയുടെ ഇപ്പോൾ പുറത്തുവരുന്ന പരാമർശം. അങ്ങനെ ഒരാൾക്ക് ജാമ്യം നൽകുന്നത് പരിഗണിക്കാനേ കഴിയില്ല എന്ന് ഹൈക്കോടതി വ്യക്തമാക്കുന്ന ബിനിൽ, ഇപ്പോൾ ഈ മുരാരി ബാബുവിന്റെ കാര്യത്തിലും വളരെ കൃത്യമായ ധാരണ കോടതിക്കുണ്ട്. നേരത്തെ ഉള്ളതുപോലെ അതിന്റെ തുടർച്ച വീണ്ടും ഉണ്ടാകുന്ന ഈ അന്വേഷണം പുരോഗമിക്കുമ്പോൾ രാഗിൻ തീർച്ചയായും 3 പേരുടെയും ജാമ്യം നിരസിച്ചുകൊണ്ടുള്ള ഉത്തരവിൽ സുപ്രധാനമായിട്ടുള്ള ചില പരാമർശങ്ങളാണ് നടത്തിയിരിക്കുന്നത്. അതിൽ പറയുന്നത്, പത്മകുമാറുമായി ബന്ധപ്പെട്ട് പറയുന്നത്, പത്മകുമാർ ഹു ഹെൽഡ് ദ പോസ്റ്റ് ഓഫ് പ്രസിഡന്റ് ഓഫ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ആൻഡ് ഫോർമർ മെമ്പർ ഓഫ് ലെജിസ്ലേറ്റീവ് അസംബ്ലി ഈസ് വെരി ഇൻഫ്ലുവൻഷ്യൽ ആൻഡ് ഇഫ് ഹി വിൽ ബി റിലീസ്ഡ് ഓൺ ബെയിൽ ഹി വുഡ് ഡെഫിനറ്റ്ലി ഇന്റർഫിയർ ദ ഇൻവെസ്റ്റിഗേഷൻ എന്ന കാര്യമാണ് വ്യക്തമാക്കുന്നത്. അതുകൊണ്ട് ജാമ്യം നൽകാൻ കഴിയില്ല. ഇതോടൊപ്പം തന്നെ ഓരോരുത്തരുടെയും കാര്യം, ഇപ്പോൾ ഗോവർദ്ധന്റെ കാര്യത്തിലാണെങ്കിൽ ഗോവർദ്ധൻ നേരത്തെ ഈ ഒരു പ്രതിരോധം എന്ന നിലയിൽ പറഞ്ഞിരുന്നത് താൻ ശബരിമലയ്ക്ക് സംഭാവന ചെയ്യുന്ന ആളാണ് എന്നടക്കമുള്ള കാര്യങ്ങളാണ്. കോടതി ഇത് കോട്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ സംഭാവന ചെയ്യുന്ന സ്വഭാവമുള്ള ആളാണ് ഗോവർദ്ധൻ. എന്നാൽ പോലും അതൊന്നും ഈ പറയുന്ന ആരോപണങ്ങളിൽ നിന്ന് അല്ലെങ്കിൽ ഈ പറയുന്ന ഈ കുറ്റകൃത്യങ്ങളിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരു റെസ്ക്യൂ അല്ല, അല്ലെങ്കിൽ അത്തരം ഒരു കാര്യമല്ല എന്ന കാര്യം കോടതി വളരെ വ്യക്തമാക്കുകയാണ്. മുരാരി ബാബുവിലേക്ക് വന്നു കഴിഞ്ഞാൽ, മുരാരി ബാബു ഈ 2 കേസുകളിലും മുഖ്യ പ്രതിയാണ്. അതായത് കടലപ്പാളി കേസാണെങ്കിലും ദ്വാരപാലക ശില്പങ്ങളുമായി ബന്ധപ്പെട്ട കേസുകളിലാണെങ്കിലും ഈ 2 കേസിലും മുഖ്യ പ്രതിയാണ്. ക്ഷേത്രം സംരക്ഷിക്കേണ്ട, പ്രത്യേകിച്ചും ഈ മുരാരി ബാബു അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായിരുന്നു, അതിനുശേഷം ശബരിമലയിലെ എക്സിക്യൂട്ടീവ് ഓഫീസറുമായിരുന്നു. അപ്പോൾ ആ രീതിയിൽ സംരക്ഷിക്കേണ്ടയാൾ തന്നെ ഈ ക്ഷേത്രം ലൂട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ കൊള്ളയടിക്കുന്ന ഒരു സമീപനം സ്വീകരിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് പരിഗണിക്കാൻ പോലും കഴിയില്ല എന്നതാണ് കോടതി വ്യക്തമാക്കുന്നത്. ഇതൊക്കെ അനുവദിച്ചു കഴിഞ്ഞാൽ ഇത് സ്വർണത്തിന്റെ റിക്കവറി അടക്കം ബാധിക്കും എന്നതാണ്. അതായത് ഇവിടെ നിന്ന് കടത്തിക്കൊണ്ടുപോയിട്ടുള്ള സ്വർണം, ആ സ്വർണത്തിന്റെ റിക്കവറിയെ ബാധിക്കും. അതുകൊണ്ട് തന്നെ ഇവർക്ക് ജാമ്യം നൽകാൻ കഴിയില്ല എന്ന കാര്യമാണ് കോടതി ഇപ്പോൾ വ്യക്തമാക്കുന്നത്. ഇതോടൊപ്പം പത്മകുമാറിന്റെ കാര്യത്തിൽ ഒരു കാര്യവും കൂടി പറയുന്നുണ്ട്. അന്വേഷണ ഉദ്യോഗസ്ഥനെ സംബന്ധിച്ചിടത്തോളം മറ്റ് ബോർഡ് മെമ്പർമാരൊക്കെ അറസ്റ്റിലായിട്ടുണ്ട്. അവരെ ഒപ്പം ഇരുത്തി ചോദ്യം ചെയ്യണമെങ്കിലും അത് വിഘാതമായി വരും എന്ന കാര്യവും കൂടി കോടതി ചൂണ്ടിക്കാണിക്കും. ശരി, ഹൈക്കോടതിയുടെ വളരെ പ്രധാനപ്പെട്ട നിരീക്ഷണം ഇടപെടലാണ്. ബിനിലും രാഗിനുമാണ് വിവരങ്ങൾ നൽകിയത്.